അത് മാധ്യമങ്ങൾ ആരായുകയാണ്. പക്ഷേ വലിയ പ്രവർത്തക പ്രവാഹം സുരേഷ് ഗോപി ഇടപെട്ടുകൊണ്ട് ആ പ്രവർത്തകരെ സമാധാനിപ്പിക്കാനുള്ള ഒരു ശ്രമം അത് നടത്തുകയാണ്. എന്തായാലും സുരേഷ് ഗോപിയുടെ പ്രതികരണത്തിലേക്ക് നമുക്ക് പോകാം. ചേട്ടനൊന്നിരുന്നേ. സുരേഷേട്ടാ, എന്താണ് ആദ്യ പ്രതികരണം? തൃശ്ശൂരിലെത്തിയിരിക്കുകയാണ് വിജയത്തിന് ശേഷം. ആദ്യ പ്രതികരണം ഇപ്പോൾ ഒരു 10-15 എണ്ണമായി. അല്ല, തൃശ്ശൂരിലെത്തിയ ശേഷം എന്ത് തോന്നുന്നു? തൃശ്ശൂരിൽ എത്തിക്കൊണ്ടിരിക്കുമ്പോഴും നടത്തി. ഇത് അല്ലാത്തവരും അവരുടെ ഇഷ്ടത്തിനാണ് വോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവരുമെല്ലാം ഇവിടുത്തെ ജനങ്ങളുടെ ഭാഗമാണ്, വോട്ടേഴ്സിൻ്റെ ഭാഗമാണ്. അവരുടെ എല്ലാം തൃപ്തിയിലേക്ക് എൻ്റെ ഉത്തരവാദിത്വം, അത് ഭാരമാണെങ്കിൽ അത് അവരുടെ തൃപ്തിയിലേക്ക് ഇറക്കി വയ്ക്കാൻ സാധിക്കണം. അതിന് ജഗദീശ്വരൻ്റെ വലിയ അനുഗ്രഹം ഉണ്ടാവണേ, ഇതിലും വലിയ അനുഗ്രഹം ഉണ്ടാവണേ എന്ന് മാത്രമാണ്. ഞാൻ ഈ 5 വർഷം വെറുതെ വൈലവേ ചെയ്ത് കളയാനായിട്ട് എനിക്ക് താല്പര്യമേ ഇല്ല. ഓരോ ദിവസവും ഓരോ നിമിഷവും ഞാൻ ഇവിടെ ഇല്ലാത്ത സമയത്ത് പോലും ഇവിടുത്തെ ചിന്തകളും ഇവിടത്തേക്ക് വേണ്ടുന്ന മുന്നോട്ടുള്ള കുതിപ്പല്ലെങ്കിൽ പോലും ഒരു 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 മൂമെൻറ്റിനുള്ള എല്ലാ ചിന്താശക്തിയും പ്രവർത്തനശക്തിയും, ആ പ്രവർത്തന ശക്തിയുടെ പേരിൽ ഒരു വലിയ പ്രവർത്തന മികവ്, ഇതെല്ലാം എനിക്ക് 5 വർഷത്തിനുള്ളിൽ ജനങ്ങളെ സമാധാനിപ്പിക്കാൻ വേണ്ടി നിർവഹിക്കാൻ സാധിക്കണം. വീട്ടമ്മമാരുടെ വോട്ടാണ് കേന്ദ്രമന്ത്രി എന്നായിരുന്നു. എന്താണ് അതിന്റെ യാഥാർത്ഥ്യം? ഞാൻ അന്നും പറഞ്ഞില്ലേ, ഇതൊക്കെ ജെയ്സണൊക്കെ കേട്ടതല്ലേ? നിങ്ങൾ കേട്ടില്ലേ? അല്ല, ഡൽഹിയിലേക്ക് അഞ്ജുരാജും നിഖിലും ഒക്കെ എല്ലാവരും കേട്ടതല്ലേ? എന്താ ഞാൻ പറഞ്ഞത്? തൃശ്ശൂർ ഒരു കേന്ദ്രമന്ത്രി കിട്ടുമോ? ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞതല്ലേ, ഇനിയും ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഒരു ആഗ്രഹമാണ്. എൻ്റെ ആഗ്രഹം ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. അത് നടക്കട്ടെ. നിരവധി വലിയ പദ്ധതികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ മെട്രോ നേട്ടുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതെങ്ങനെയാണ്? അല്ല, അതിൻ്റെ എല്ലാം സാധ്യത ഇനി സാങ്കേതികത പരിശോധിച്ച് അതിൻ്റെ ഫീസിബിലിറ്റി ഇതെല്ലാം പഠിക്കണം. അത് അവർ പഠിക്കും. നമ്മൾ നമ്മുടെ സ്വപ്നം അത് യാഥാർത്ഥ്യമായാൽ നമ്മൾ സ്വപ്നം കാണുന്ന ഒരു വളർച്ച, അതുവഴി നമുക്ക് ഒരു FDI വന്നു കഴിഞ്ഞാൽ, അതല്ലാതെ തന്നെ ഇവിടെ ഓൺടർപ്രണർഷിപ്പ് പ്രോഗ്രാംസിനൊക്കെ എങ്ങനെയാണ് ഒരു ബിസിനസ് ഫീസിബിലിറ്റിയിലേക്ക്, ഒരു ഫ്ലറിഷിംഗ് ബിസിനസ് ഫീസിബിലിറ്റിയിലേക്ക് ഒരു ഭയങ്കര ഡിവൈൻ ലോജിസ്റ്റിക്സ് വന്ന് ചേരാൻ പോകുന്നത് എന്ന് പറയുന്ന ടെക്നിക്കൽ സ്റ്റഡി അവർ നടത്തി അത് ഫീസിബിൾ ആണെങ്കിലാണ് അവർ അതിനുവേണ്ടി പിന്നെ നമുക്ക് സമ്മതം തരികയും അത് നടപ്പിലാക്കുകയും ചെയ്യുന്നു. വീട്ടമ്മമാരുടെ വോട്ടാണ് നമുക്ക് ഗുണമായതെന്ന് പറയുന്നുണ്ട്. അവർക്ക് വേണ്ടി പ്രത്യേക വീട്ടമ്മമാർ, ചെറുപ്പക്കാർ, ആ വീട്ടമ്മമാരുടെ ഇംഗിതമറിഞ്ഞ് അവരുടെ കെട്ടിയവന്മാർ അല്ലേ, അപ്പന്മാർ, എല്ലാവരും ആണും പെണ്ണും വോട്ടായി മാറിയിട്ടുണ്ടോ? അതൊന്നും ഞാൻ പറയുന്നത് നിങ്ങൾ വിചാരിക്കാൻ വേണ്ട. ഇലക്ഷൻ അത് നമ്മളെപ്പോലുള്ള ഒരാൾ 5 പേരുടെ കാര്യം ഏറ്റെടുത്താൽ ഇതിന് സൊല്യൂഷനാണ്. അതുകൊണ്ട് നമ്മൾ സർക്കാരിന് ആശ്വാസം കൊടുക്കുകയൊന്നുമല്ല, ആ സർക്കാരിൻ്റെ നടപടിയെ ജനങ്ങൾ ചോദ്യം ചെയ്തുകൊള്ളും. ഞാനതല്ലേ ചെയ്ത്. സ്ഥിരതാമസം പോലെ തന്നെ ആയിരിക്കും. കാരണം ഞാൻ ഒരിക്കലും എൻ്റെ അപ്പനമ്മയും കളഞ്ഞിട്ട് ഇറങ്ങത്തില്ല. ഏറ്റെടുത്ത സിനിമകളുണ്ടാവും. ഞാൻ ഇവിടെ തിരഞ്ഞെടുക്കപ്പെടാതെ ഇവിടുന്ന് എന്നെ എടുക്കാൻ അനുവദിക്കാതെ പറഞ്ഞയച്ചപ്പോഴും ഞാനിവിടെ എടുക്കാൻ വേണ്ടി ഞാൻ നിന്നില്ലേ. അതിന്റെ കൂലിയായി ഇപ്പൊ കിട്ടിയത്. അതേപോലെ 6 മണ്ഡലങ്ങളിൽ മുന്നിൽ വന്നു. ഈ ഗുരുവായൂർ മാത്രം എന്താ നമ്മൾ പുറകിൽ പോയതെന്നൊരു? ഗുരുവായൂർ ഇനി വരുത്തും.